അടുത്ത 5 വർഷങ്ങളിൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷനിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ സ്റ്റഡിക്ക് പോകുന്നതിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നതാണ് ഞാൻ കരുതുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ 2005 ഓസ്ട്രേലിയയിൽ അപ്ലൈ ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ ഇനി മൈഗ്രേഷൻ കുറയും, ഇനി മൈഗ്രേഷൻ കുറയും, ഇനി മൈഗ്രേഷൻ കുറയുന്നതാണ് മൊത്തത്തിൽ കേൾക്കാറ്. പക്ഷേ ഇതുവരെ ആ കുറവ് സംഭവിച്ചില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് മൈഗ്രേഷന് എതിരായിട്ട്, ഇമിഗ്രൻറ്റിന് എതിരായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ വളരെ സമ്പുഷ്ടമുള്ള രാജ്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ മാൻ പവർ ഉള്ള വേൾഡിലെ നമ്പർ 1 രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ശരിക്കും ഇന്ത്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. ഓസ്ട്രേലിയയിൽ ആളെ കിട്ടുന്നില്ല, അവിടെ ജോലിക്ക് ആളെ കിട്ടണ്ടേ. അപ്പോൾ ഈ ഓസ്ട്രേലിയ എന്ന് വെച്ചാൽ ഇന്ത്യനെക്കാട്ടിലും ഏകദേശം 5 ഇരട്ടിയോളം വലിപ്പമുള്ള രാജ്യമാണ്. ആ രാജ്യത്തിന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ 5 വർഷം പോയിട്ട് 50 വർഷം പോയിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 500 വർഷം മൈഗ്രേഷൻ ഉണ്ടെങ്കിലും അത് ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാനുള്ളൊരു സാധ്യത കുറവാണ്. അപ്പം മൈഗ്രേഷൻ ചെയ്യുന്നവർക്കോ സ്റ്റഡി അബ്രോഡ് ചെയ്യുന്നവർക്കോ സ്റ്റഡിക്ക് പഠിക്കാനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കോ ഒരു വേവലാതിയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആയിരിക്കും. വളരെ കൃത്യമായിട്ട് നല്ല ആൾക്കാരുമായിട്ട് യോജിച്ച് അവരെ കൺസൾട്ട് ചെയ്തിട്ട് ഈ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് മാത്രം അവർ ചെയ്താൽ മതിയാവും.